വാഴ്ത്തി വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം എന്റെ 24-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. നമ്മൾ ചിന്തിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. ഹല്ലേലൂയ. അനവധി സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് പകൽ വീണ്ടും പരിശുദ്ധാത്മാവെന്ന് ഓർപ്പിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് ലഭിച്ചുവെന്ന് വിശ്വസിക്കണം. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് വിശ്വാസത്താലാണ്. വിശ്വസിക്കുന്നവരുള്ളിലാണ് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്നത്. വിശ്വസിക്കുന്നവരിലാണ് അത്ഭുതം നടക്കുന്നത്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് മറുപടി കാണാൻ കഴിയും. രക്തം ചെയ്യും. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേക അത്ഭുതങ്ങൾ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം വിശ്വാസത്താലാണ്. അതിന് അവനിലുണ്ടായിരുന്ന ആ ദൈവിക ശക്തി, യേശുവിലുണ്ടായിരുന്ന ദൈവിക ശക്തി ഹല്ലേലൂയ എല്ലാ അത്ഭുതങ്ങൾക്കും കാരണമായി. മാത്രമല്ല, പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം തനിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനുള്ള വിശ്വാസം. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസം യേശുക്രിസ്തുവിനെയും കണ്ട് അത്ഭുതങ്ങളെ ചെയ്യിപ്പിക്കുക. ക്രിസ്തു അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പ്രശംസിച്ചു. ജനത്തിന്റെ വിശ്വാസത്തെക്കുറിച്ച് പ്രശംസിച്ചു. ഹല്ലേലൂയ. ഈ വചന ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ, രാവിലെ അവൻ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. യേശു അത്തിയെ ശപിക്കുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ അത്തി ഉണങ്ങിപ്പോയി എന്ന് മർക്കോസ് സുവിശേഷം ഹല്ലേലൂയ 11-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 12 തൊട്ടുള്ള വാക്യങ്ങൾ താഴോട്ട് വെച്ച് കാണാൻ കഴിയും. അങ്ങനെ അത്തി ഉണങ്ങിപ്പോയി. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. ആരെങ്കിലും ഹല്ലേലൂയ തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നിട്ടാണ് യേശു പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ആ ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഹല്ലേലൂയ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 21-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 22-ാമത്തെ വാക്യമാണ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇതും ഫലമില്ലാത്ത അത്തിയെ നോക്കിയിട്ടാണ് യേശു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രേയസിലേക്ക് നമ്മൾ ഫലമില്ലാത്തവരായി മാറാതെ കർത്താവിന് ഫലം കൊടുക്കുന്നവരായിരിക്കണം. ദൈവം നമ്മളിലെല്ലാം ഓരോ ശുശ്രൂഷ വെച്ചിട്ടുണ്ട്. ദൈവം നമ്മളിലെല്ലാം ഓരോ ശുശ്രൂഷ വെക്കുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നു. സ്തോത്രം. നമ്മൾ പല വിശ്വാസത്താലും ഒക്കെ നിൽക്കുന്നവരാണെങ്കിലും നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളൊരു പ്രതീക്ഷയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ പഠിച്ച് അമ്മ വളരണം, മാർക്ക് വാങ്ങണം, ചെയ്യിക്കണം, അവർക്ക് ഉന്നതമായ ജോലി കിട്ടണം, നല്ല ഭാവി കിട്ടണം, നല്ല കുടുംബം കൊടുക്കണം, നല്ല മക്കളെ കിട്ടണം. അങ്ങനെ നിങ്ങൾ വളരെ ആഗ്രഹമുള്ളവരാണ്. നിങ്ങൾ കൃഷി ചെയ്താലും അതിനകത്തെ ഫലത്തെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങളുടെ ജോലി നല്ല സാലറി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ എല്ലാ നിലയിലും നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോഴേ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ തോട്ടമായിരിക്കുന്ന ഈ ഭൂമി, ദൈവത്തിന്റെ തോട്ടമാണ് ഈ ഭൂമി, ദൈവത്തിന്റെ ഉദ്യാനമായിരിക്കുന്ന ദൈവസഭയ്ക്കകത്ത് ദൈവം ആക്കി വെച്ചിരിക്കുന്ന ദൈവജനം ഫലം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും അത് ലഭ്യമാകും. അപ്പം പ്രാർത്ഥന എന്ന് പറയുന്ന വിശ്വാസത്താലാണ്. ഇന്നത്തെ മനുഷ്യന്റെ എല്ലാം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ബാഹ്യമായ പ്രകടനമാണ്. പ്രൈസ് ദി ലോർഡ്.
മനുഷ്യന്റെ ചിന്താഗതി പണ്ട് തൊട്ടേ നിൽക്കുന്നത് നമ്മൾ കപ്പേളയുടെ മുമ്പിലോ കാണിക്കവഞ്ചിയുടെ മുമ്പിലോ കൊണ്ടുപോയി ഒരു കുറച്ച് തിരി കത്തിച്ചു വെച്ചാല് നമുക്കതിന് മറുപടി കിട്ടുമെന്നാണ്. ഞാനും അങ്ങനെ ചെറുപ്രായത്തെ അങ്ങനെ ഒരുപാട് തിരി കത്തിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രശ്നം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മൾ കപ്പേളയുടെയോ കാണിക്കവഞ്ചിയുടെയോ അല്ലെങ്കിൽ ഒക്കെ മുമ്പിൽ കൊണ്ടുപോയി തിരി കത്തിച്ച് വെച്ചത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണമെന്നില്ല. ഹല്ലേലൂയ. കാരണം ഈ കാണുന്ന ഭൂമിയെ മുഴുവൻ പ്രകാശിപ്പിക്കുവാൻ വെളിച്ചം നമുക്ക് തന്നവൻ, പകൽ സൂര്യൻ രാത്രി ചന്ദ്രന്റെയും നക്ഷത്രങ്ങൾ തന്നവൻ, നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന മെഴുകുതിരി വെട്ടത്തിന്റെ നിലവിളക്കിന്റെ വ്യക്തം കർത്താവിന് ആവശ്യമില്ല. പിന്നെ മനുഷ്യൻ ബാഹ്യമായ കാരണങ്ങൾ ചെയ്യുക. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇരുളടഞ്ഞു കിടക്കുന്ന ഹല്ലേലൂയ ഭൂമിയെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ. അന്ന് ഒറ്റ വാക്കിൽ ഭൂമി മുഴുവൻ പ്രകാശിക്കാൻ വെളിച്ചമുണ്ടായെങ്കിൽ ഇന്ന് നിങ്ങളെ നോക്കിയിട്ട് യേശു പറയുന്നത് നിന്റെ ഉള്ളിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്നാണ്. അന്ന് ഭൂമിയെ നോക്കിയിട്ട് പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ, ഭൂമി പ്രകാശിച്ചു. ഇന്ന് ദൈവം തന്റെ സ്വരൂപത്തിന് സാധനം സൃഷ്ടിച്ച മനുഷ്യനെ നോക്കിയിട്ട് പറയുകയാണ് നിന്നിൽ വെളിച്ചം ഉണ്ടാകട്ടെ. പ്രവേശനം. നിന്നിൽ വെളിച്ചം ഉണ്ടായിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ സ്ഥിതിഗതികൾ മാറും, രക്തം ചെയ്യും. അപ്പോഴാണ് നമ്മൾ കത്തിക്കുന്ന പ്രകാശം കൊണ്ട് ഹല്ലേലൂയ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. രക്തം ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കടന്നു പോകുന്ന വഴി, യാത്ര പോകുന്ന വഴി, നമ്മൾ ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണത്തില്ലേ, വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വണ്ടിയുടെ ഉടമസ്ഥർ അല്ലെങ്കിൽ അത് ജോലിക്കാര് അവരുടെ കയ്യിലിരിക്കുന്ന 5 രൂപ അല്ലെങ്കിൽ 10 രൂപ തുട്ടെടുത്ത് ഒറ്റ ഇറങ്ങി എങ്ങോട്ടാ കാണിക്കവഞ്ചിയിലേക്കാം. അത് ചിലപ്പം വഞ്ചി വീഴും, കാണിക്കവഞ്ചി വീഴും, ചിലത് വീഴത്തില്ല, ചിലർ റോട്ടിൽ കിടക്കും. പ്രൈസറോ. പിന്നെ നമ്മൾ കാണുന്നത് അല്ലടിയ ചില ഇറങ്ങിപ്പോയി നോട്ടൊക്കെ വഞ്ചിയിലിടും. അവരുടെയും വിശ്വാസം എന്താ അല്ലടിയ അതുകൊണ്ട് അങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന പൈസകൾ കൊണ്ടും നമ്മൾ കാണിക്കവഞ്ചിയിലിടുന്ന പൈസ കൊണ്ടും നമ്മുടെ ദൈവം പ്രസാദിക്കുമെന്ന്. ഇതൊരു പ്രാർത്ഥനയാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഈ ഭൂമിയെ സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ വേണ്ടുന്ന സകല സമ്പത്തുകളും സകല നന്മകളും തന്ന് ഭൂമിയിൽ മനുഷ്യന് വീണ്ടുന്നതെല്ലാം തന്നിറച്ച ദൈവത്തിന് നമ്മൾ വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കുന്ന 5 രൂപ തൊട്ടിനോ 10 രൂപ തൊട്ടിനോ ദൈവത്തിന് ആവശ്യമില്ല. കാട്ടിലെ മൃഗങ്ങളെയോ നാട്ടിലെ മൃഗങ്ങളെയോ നമ്മുടെ യാതൊന്നും ദൈവം പ്രതീക്ഷിക്കുന്നില്ല. ദൈവം നമ്മുടെ ഹൃദയം, നമ്മുടെ മാനസാന്തരം ആഗ്രഹിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ ബാഹ്യമായ പ്രകടനങ്ങൾ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് പണം എറിഞ്ഞ് കപ്പളയിലിട്ടാൽ കാണിക്കവഞ്ചിലിട്ടാൽ മറുപടി കിട്ടും. അതിനും മറുപടി ഒന്നും കിട്ടത്തില്ല കേട്ടോ. മൂന്നാമത്തെ കാര്യം പ്രവേശനം. നമുക്കുണ്ടാകുന്ന ആദ്യ വിളവിന്റെ ഫലങ്ങളെല്ലാം പള്ളിയിൽ കൊണ്ട് കൊടുത്താൽ അല്ലെങ്കിൽ നമുക്ക് വളരെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ആദ്യഫലം പെരുന്നാളാവുമ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും ആദ്യഫലം എല്ലാവരും കൊണ്ടാൻ കൊടുക്കും. ഒരു പ്ലാവിലൊരു ചക്ക കായ്ച്ചാൽ, തെങ്ങിലൊരു തേങ്ങ കായ്ച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. കൂടാതെ ഈ മൃഗങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്തുന്നില്ലേ, മൃഗങ്ങളൊക്കെ അല്ലെങ്കിൽ സ്തോത്രം പ്രസവിച്ചു കഴിയുമ്പോൾ എൻ്റെ കുട്ടിയെ നിറച്ചു കൊടുക്കുക. അപ്പൊ ഇതെല്ലാം ബാഹ്യമായ പ്രകടനം. ഇതുകൊണ്ടൊന്നും നമുക്ക് നന്മ ലഭിക്കണമെന്ന് വേദപുസ്തകം പറയുന്നില്ല. രക്തം ചെയ്യും. വേദപുസ്തകം പറയുന്നത് നിന്റെ കയ്യിലിരിക്കുന്ന നന്മകളൊന്നും കണ്ടിട്ടില്ല ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. നീ വിശ്വസിച്ചുകൊണ്ട് സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടുന്നതെല്ലാം ദൈവം തരും. പ്രൈസലോ. ഇതിന്റെ നാലാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുന്നത്, ചിലരുടെയൊക്കെ ചിന്ത ബാഹ്യമായി പ്രകടനം. മറ്റുള്ളവരെ സഹായിച്ചാൽ, വീട് വെച്ച് കൊടുത്താൽ, സ്ഥലം വാങ്ങിയാൽ, ആശുപത്രി ചെലവ് മുടക്കിയാൽ, മക്കളെ കെട്ടിച്ചു വിടാൻ അല്ലെങ്കിൽ കൊടുത്താൽ, സമൂഹം നടത്തി കൊടുത്താൽ, ഇതെല്ലാം നല്ല കാര്യമാണ്. ഒന്നും മോശമെന്നല്ല ഞാൻ പറയുന്നത്, ഇതെല്ലാം നല്ല കാര്യമാണ്. പക്ഷേ ഇതിലൊന്നും അല്ല ദൈവം പ്രസാദിക്കുന്നത്. അല്ലെങ്കിൽ യേശു ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറയാം, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ. അല്ലേ? അങ്ങോട്ടൊന്നും കൊടുത്തിട്ടല്ല ഇങ്ങോട്ട് ദൈവം പ്രസാദിക്കുന്നത്. പലരുടെയും ചിന്ത നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതനുസരിച്ചാണ് ദൈവം ഇങ്ങോട്ട് പ്രവർത്തിക്കുന്നത്. അങ്ങനെയല്ല പ്രിയരെ. നമ്മുടെ ഹൃദയം നിഷ്കളങ്കമാണെങ്കിൽ, നമ്മുടെ മനസ്സ് നിഷ്കളങ്കമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സത്യസന്ധമായി വിശ്വസിക്കുകയും ജീവിക്കുകയും വിശുദ്ധിയിൽ നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, മാത്രമല്ല മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തിന്റെ പരിഹാരമായി കാൽവറിയിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ തന്ന് നമ്മെ പാപത്തിന് വിടുവിച്ച് നമുക്ക് പാപമോചനം തന്ന
ദൈവരാജ്യത്തിന്റെ മകനാക്കി മാറ്റി, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ മകളാക്കി മാറ്റിയ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചാൽ, അവനോട് ചേർന്നിരുന്നാൽ, അവനോട് ചേർന്ന് നടന്നാൽ, പറ്റിയിരുന്നാൽ, നിന്റെ സകല കഷ്ടതയിൽ നിന്ന് കർത്താവ് വിടുവിക്കും, രക്തം ചെയ്യും. അപ്പൊ മനുഷ്യന്റെ ചിന്ത വേറെ, ദൈവത്തിന്റെ പ്രവൃത്തി വേറെ. ഞാനും ഇങ്ങനെയൊക്കെ പണ്ടും ബാഹ്യമായ പ്രകടനങ്ങൾ കൊണ്ടൊക്കെ അല്ലേലൂയ ഞാനും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കിയവനാണ്. പണ്ടൊക്കെ കള്ളു കുടിച്ച് നടന്ന്, പുക വലിച്ച്, കഞ്ചാവൊക്കെ അടിച്ച്, ചരസ്, കറുപ്പ്, അങ്ങനെയൊക്കെ ഒരുപാട് പഴയ എല്ലാ മയക്കുമരുന്ന് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഉപയോഗിച്ച് നടന്ന സുബോധം നഷ്ടപ്പെട്ട മനുഷ്യനെ പോലെ ഞാനും ചില പള്ളികളുടെ മുമ്പിലും ചില പള്ളികൾക്കകത്തും ഒക്കെ പോയിരുന്ന് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ജൽപ്പനം ചെയ്തിട്ടുണ്ട്. അല്ലേ? എന്താ എനിക്ക് ഒരു സുബോധം ഉണ്ടാകാൻ, മാനസാന്തരം ഉണ്ടാകാൻ ആരൊക്കെയോ പറഞ്ഞു തന്നിട്ട് ചെയ്തതാ. പക്ഷെ അതുകൊണ്ടൊന്നും ദൈവം അല്ലേ എന്നിട്ട് ഞാൻ തിരികെ എത്തിക്കും, പൈസ ഇടും. ഇതിലൊന്നും എനിക്കൊരു മോചനം കിട്ടിയില്ല. പ്രൈസലോ. എന്നാൽ എന്റെ ഉള്ളിൽ എനിക്കൊരു മോചനം വന്ന, എന്നെ പാപത്തിന്റെ അടിമത്തത്തിന് വിടിവിച്ച് എനിക്കൊരു മോചനം തന്ന് ക്രിസ്തുവിൽ എന്നെ സ്വതന്ത്രമാക്കി എടുത്തത് ഞാൻ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചത് കൊണ്ടാണ്. അങ്ങോട്ടൊന്നും കൊടുത്തില്ല, കൊടുക്കാതെ വിശ്വസിച്ചപ്പോൾ കർത്താവിനെ ചേർത്ത് പിടിച്ചു, രക്തം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ കർത്താവോട് പറ്റിയിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ അവരോട്, കർത്താവിനോട് ചേർന്നിരുന്നാൽ നിന്റെ കുടുംബത്തിനകത്ത് സകല ആകുലതകളെ മാറ്റി എഴുതുവാൻ, മാറ്റിയെടുക്കുവാൻ കർത്താവിന് കഴിയും. പ്രേസരോ. നിങ്ങൾ പലതിനെക്കുറിച്ചും വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നവരാണ്. നിങ്ങൾ ഒരുപാട് നിരാശയുടെ കടന്നു പോകുന്ന വ്യക്തിയെ, സങ്കടത്തിലൂടെ കടന്നു പോകുകയാണ്. ജീവിതം തന്നെ മതി എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ട് ഈ ഭൂമിയില്. അനവധി ആളുകൾ എന്നെ ശ്രമിക്കുന്നുണ്ട്. അല്ലേലും എനിക്കത് നന്നായിട്ട് അറിയാം. നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയട്ടെ, നിങ്ങളെപ്പോലെ തന്നെ ആഴത്തിലായിരുന്നു എൻ്റെ ജീവിതം. അതിന്മേൽ ഇരുൾ മൂടിക്കിടക്കുകയായിരുന്നു. ആഴത്തിന്മേൽ ഇരുൾ, ഭൂമി ശൂന്യമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ പാപത്തിന്റെ ആഴത്തിൽ വീണ് കിടന്ന് എന്നെ ഇരുൾ മൂടി. ആ ഇരുളിൽ എന്നെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അല്ലേലൂയ. അതുകൊണ്ടാണ് എനിക്ക് ഈ സന്തോഷത്തോടെയൊക്കെ ഈ ദൈവത്തിനെ പ്രസംഗിക്കുവാനും ശുശ്രൂഷിക്കുവാനും കഴിയുന്നത്. കാരണം ഞാൻ എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തെ എപ്പോഴും ഓർക്കാറുണ്ട്. രക്തം ചെയ്യും. ഞാൻ എവിടെ ആയിരുന്നു, ഞാൻ എന്തായിരുന്നു, ഞാൻ ആരായിരുന്നു, ഞാൻ എങ്ങനെയായിരുന്നു, എൻ്റെ സ്ഥിതി എന്തായിരുന്നു, എൻ്റെ അവസ്ഥകൾ എന്തായിരുന്നു ഒക്കെ നന്നായിട്ട് ചിന്തിച്ചിട്ട് എപ്പോഴും ദൈവത്തിന് നന്ദി പറയും. കർത്താവേ, നീ വിടുവിച്ച് കൊണ്ടുവന്നല്ലോ. നിത്യനരകത്തിനായി എണ്ണപ്പെട്ട എന്നെ അതിൽ നിന്ന് വിടുവിച്ച് നിത്യജീവനായി വേർതിരിച്ച് നിത്യനരകത്തിലേക്ക് വിടാതെ നിത്യമായി സ്വർഗത്തിലേക്ക് എന്നെ ചേർത്ത് വിളിച്ചല്ലോ എന്ന് ഞാൻ പറയുമ്പോൾ, ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് സന്തോഷം. അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മളങ്ങോട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞ എന്താ? അല്ലെ, ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞ എന്താ? നിങ്ങൾ അധ്വാനിക്കുന്ന അധ്വാനത്തിന്റെ ഒരു വിഹിതത്തിന് ചെറിയൊരു നന്മ. പഴയ നിയമപ്രകാരം നമ്മൾ നോക്കുമ്പോൾ 10% കൊടുക്കണമെന്നാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് 10% കൊടുക്കുന്നതിന് കൈ വലിയും. അനന്യ സഭയിലെ പോലെ പലരും അല്ലേരിയ. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മ നിങ്ങൾ ദൈവസഭയ്ക്ക് കൊടുക്കണം, ദൈവദാസന്മാർക്ക് കൊടുക്കണം. അത് നിങ്ങൾക്ക് ദൈവിക പ്രമാണം അനുസരിച്ചും സ്വമേധദാനമായിട്ട് കൊടുക്കാം. പുതിയ നിയമം പലരും പഠിപ്പിച്ചിട്ട് പലരും പറഞ്ഞിട്ട് ദശാംശം കൊടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ. എന്നെ കേൾക്കുന്ന പ്രശ്നം സുവിശേഷം കൊണ്ട് ജീവിക്കും, സുവിശേഷം അറിയിക്കുന്നത് സുവിശേഷം മുഖാന്തരം ജീവിക്കണം. നിങ്ങളെ നടത്തുന്നവരെ ഓർക്കണവരെ ബഹുമാനിക്കണം. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തിക്കുരിക്ക് വലിയ കവിത വലിയ അളവ് കിട്ടും. അതൊക്കെ കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കൊടുക്കാൻ പറ്റാത്തവർ പറയും ഇതൊന്നും കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, കാരണം കൊടുത്താൽ അവർ കുറഞ്ഞു പോയാലെന്തി. അങ്ങനെയുള്ള നിനക്ക് ഒരിക്കലും അനുഗ്രഹിക്കപ്പെടാൻ കഴിയത്തില്ല. അല്ലേരിയ. എന്നാൽ ലഭിക്കുന്നതിൽ നിന്നെല്ലാം നന്മകൾ കൊടുക്കുന്ന അനവധി ആളെ എനിക്കറിയാം. ഞാൻ പലപ്പോഴും പലരുമായിട്ട് സംസാരിക്കാറുണ്ട്, പലരുമായിട്ട് കാണാറുണ്ട്. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന അനവധി സഹോദരി സഹോദരന്മാരുണ്ട്. അവരാണ് കർത്താവിന് വേണ്ടി ഏറ്റവും കൂടുതൽ സംഭാവന കൊടുക്കുന്നത്, സഹായിക്കുന്നത് ഒക്കെ അവരാണ്. കാരണം അവർ മറുനാട്ടിൽ പോയി കിടന്ന് അധ്വാനിക്കുമ്പോൾ അവരെ കർത്താവ് ഉയർത്തുന്നതോർത്ത് അവർ കടന്നുപോയ കഷ്ടതയിലൂടെ ദൈവരെ വിടുവിച്ചവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിക്കഴിയുമ്പോൾ അവർ ഒരുപാട് നന്മകൾ ചെയ്യാറുണ്ട്. അത് ദൈവത്തിന് കൊടുക്കുന്ന അവരുടെ ജീവിതത്തിലെ സന്തോഷമാണ്.
ഹല്ലേലൂയ. ആ നന്മ കൊടുത്തിട്ട് ഞങ്ങൾക്ക് മറുപടി കിട്ടിയ നല്ലവർ പറയുന്നത്, ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളെ കർത്താവ് ഉയർത്തി, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ജോലി കിട്ടി, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കുടുംബം നന്നായി, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറി, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മക്കൾക്ക് ഉന്നതമായ നിലയിൽ ജോലി കിട്ടി, നല്ല സാലറി കിട്ടി, അവർക്ക് നല്ല വിവാഹം നടന്നു. അങ്ങനെ സന്തോഷം വരുമ്പോൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ. നമ്മുടെ സഹോദരങ്ങളൊക്കെ അവരെ നടത്തുന്ന ദൈവസഭയെ ദൈവദാസന്മാർ ഓർക്കും. ഹല്ലേലൂയ. അത് ഓർക്കും. അപ്പോഴാണ് അവർ നന്മ കൊണ്ട് കൊടുക്കുന്നത്. ആ നന്മയിലൂടെ ആ പണം കൊടുത്ത് പ്രവർത്തിച്ച് ആ ദൈവത്തിന് മറുപടി കിട്ടിയതല്ല, അവർക്ക് ലഭിച്ച വീതം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന, നിങ്ങൾക്ക് ദൈവം അല്ലെങ്കിൽ അവസരങ്ങൾ തരുമ്പോൾ നിങ്ങൾ ദൈവത്തിന് പ്രാർത്ഥനയിലേക്ക് വിട്ടിരിക്കണം. പ്രേക്ഷകർ, പ്രാർത്ഥനയ്ക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. പ്രാർത്ഥനയോടെ എല്ലാ വാതിലുകളും തുറക്കും. ഹല്ലേലൂയ. ഏത് അടഞ്ഞു കിടക്കുന്ന വാതിലിനെയും പ്രാർത്ഥനയ്ക്ക് തുറക്കാൻ കഴിയും. ഹല്ലേലൂയ. താമ്ര കഥകളെ നീക്കി ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് നിന്റെ പ്രശ്നത്തിന് മറുപടി തരാൻ ദൈവത്തിന് കഴിയും. പ്രേക്ഷകർ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരി, നിന്റെ പ്രാർത്ഥനയെ തടയുന്ന ചില താമ്ര കഥകളുണ്ട്, ചില ഇരുമ്പോടാമ്പലുകളുണ്ട്. ഹല്ലേലൂയ. അതിനെ മുറിച്ചു മാറ്റുവാൻ ഈ ഭൂമി ഒരു കരുവാനെ വിളിച്ചുകൊണ്ട് വരണ്ട. ഹല്ലേലൂയ. അത് ആശ്ചര്യമായ ഒരു അനുഭവമാണെങ്കിൽ, നിനക്ക് മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന താമര കഥവ് പോലെ ഇരുമ്പോടാമ്പല് പോലെയുള്ള ചില സാത്താന്റെ തന്ത്രങ്ങൾ നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, നിന്റെ കുടുംബത്തെ ഉടച്ചു കളയുവാൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിപ്പാൻ, നിന്നെ പരാജയത്തിലേക്ക് കണ്ണിലേക്ക് അഴുത്തുവാൻ ശ്രമിക്കുന്ന സാത്താന ശക്തികൾ, അങ്ങനെയുള്ള താമര കഥകളെ, ഇരുമ്പോടാമ്പലുകളെ, ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നത് ഒക്കെ ലഭിച്ചുവെന്ന് ആ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ തടസ്സങ്ങളെ ദൈവം മാറ്റിത്തരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് മുമ്പിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞ പ്രാർത്ഥിക്കും. കാരണം എനിക്ക് ഈ പള്ളി കപ്പേളയിലേക്ക് നേർച്ച വലിച്ചെറിഞ്ഞു കൊടുക്കാനും, തൊട്ടുകൊണ്ടിടാനും, നോട്ട് കൊടുക്കാനും, ആദ്യഫലം കൊണ്ട് കൊടുക്കുക, അങ്ങനെ കൊടുക്കാൻ എനിക്ക് കഴിയില്ല. കാരണം അങ്ങനെ ഒരു പ്രമാണമില്ല. പ്രവേശനോ അതില്ലാത്തത് കൊണ്ട് കർത്താവിനോട് പറഞ്ഞു, നീ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നീ എന്നിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. നിന്റെ വീണ്ടെടുപ്പ് നടത്തിയത് ഞാനാ, നിന്റെ രക്ഷ നിന്റെ ഉത്തരവാദി ഞാനാ, നിനക്ക് വേണ്ടി ഞാനാ ക്രൂശിൽ മരിച്ചത്, നിനക്ക് വേണ്ടിയിട്ട് ഞാനാ മുൾക്കിരീടം അണിഞ്ഞത്, ഞാനാ കാര്യരുപാണിയാൽ കൈകാലിൽ തുറക്കപ്പെട്ടത്, ഞാനാ നിനക്ക് വേണ്ടി ചാട്ടമാറുകൊണ്ട് അടിവേങ്ങരിച്ചത്, ഞാനാ അപമാനിക്കപ്പെട്ടത്, ഞാനാണ് എല്ലാം സഹിച്ചത്, എന്റെ വിലാപ്പുറ കുത്തി തുറന്നത്, എന്തിനെ നിന്നെ കഴുകി വെടിപ്പാക്കി എടുത്ത് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാനാണെന്ന് കർത്താവിനോട് സംസാരിക്കുമ്പോൾ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് കാണുന്നത്. ചിലരുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഭയങ്കര ഭക്തിയോടെ, ചിലരൊക്കെ പ്രാർത്ഥിക്കുന്ന ഭയങ്കര ഭക്തിയോടെയാണ്. ഹല്ലേലൂയ. പണ്ട് ഞാൻ ഈ കള്ളു കുടിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ ചാത്തൻ തറ കേട്ടോ. ഹല്ലേലൂയ. ചാത്തൻ തറ ഞാൻ അവിടുത്തെ തന്നെ എന്നെ കുറിച്ച് ചോദിച്ചാൽ നല്ലത് ആരും അവിടെ പറയത്തില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അതും കൂടെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ അത് മുന്നേറി പറയുന്നു. മുന്നേറി ജാമ്യം എടുക്കുക, അത് മുൻകൂർ ജാമ്യം എന്നൊക്കെ പറയുന്നവരെ നിങ്ങൾ ആ പാപ്പച്ചൻ ചാത്തറക്കാരൻ പാപ്പച്ചനും നല്ലവനാണെന്ന് ആരും പറയത്തില്ല കേട്ടോ. ഒരു മോശമായിരുന്നു പറയില്ല. ഇപ്പൊ ചിലപ്പോൾ പറഞ്ഞേക്കാൻ ഇപ്പൊ നന്നായിട്ടുണ്ടെന്ന് പറയുമായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ചാത്തൻ തറ താമസിക്കുന്നവരെ അന്ന് ഈ ജോലി ചെയ്ത് കിട്ടുന്ന പൈസയൊക്കെ കൊണ്ടുവന്ന് കള്ളു കുടിച്ചിട്ട് ചാരായം കുടിക്കും. അന്ന് ചാരായം കിട്ടും, പാറ്റിയാരായം. അതും കുടിച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് വന്ന് ഞങ്ങളുടെ ചാത്തന്തർ കവലെ തന്നെ ഒരു കുരിശുപടിയുണ്ട്. ഞാൻ പലപ്പോഴും രാത്രി വീട്ടിലൊന്നും പോകാത്തതുകൊണ്ട് രാത്രി കുരിശുപടിയുടെ നടയിലിരുന്ന് ചിലപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടൊക്കെ കൊണ്ട് കാണാം. എന്തിനാണെന്ന് അറിയോ? എനിക്കൊരു മറുപടി കിട്ടാൻ വേണ്ടി. അല്ലേ, ചിലർ കള്ളു കുടിക്കണത് ഈ പ്രാർത്ഥിക്കണമെങ്കിൽ. കള്ളു കുടിച്ചു കഴിയുമ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാകും. അന്നേരം ഞാൻ പണ്ട് ചെയ്തതുപോലെ പല്ലും ഈ പള്ളിയുടെ ആയിരുന്നാലും അമ്പലത്തിന്റെ ആയിരുന്നാലും മോസ്കിന്റെ ആയാലും മുമ്പിൽ പോയി പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. കാരണം കള്ളു കുടിച്ചത് കൊണ്ടാണ്. എന്റെ സഹോദരൻ, അതുകൊണ്ട് നിനക്ക് ഒരു പ്രയോജനവുമില്ല. അങ്ങനെ നീ പ്രാർത്ഥിച്ചത് കൊണ്ട്, നിനക്ക് കള്ളു മൂത്തിട്ട് നീ പോയി പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ചിലർ ഈ അമ്പലത്തിൽ പോകുമ്പോൾ, ചിലർ ഈ പള്ളിപ്പെരുന്നാളിന് പോകുമ്പോൾ, ചിലർ ഈ മോസ്കിലെ സ്തോത്രങ്ങളുടെ ചില ഉത്സവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം പല സ്ഥലത്തും ഉണ്ടല്ലോ. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനം, അവിടെ ചിലരൊക്കെ കള്ളു കുടിച്ചിട്ട് പോകും. എന്തിനാ? കള്ളു കുടിച്ചെന്നാ ദൈവം പ്രസാദിക്കും. അങ്ങനെയും ദൈവം പ്രസാദിക്കത്തില്ല. നീ വിശുദ്ധിയോടെ ജീവിച്ച് വിശ്വാസത്താൽ നീ ഈ മാനകുലത്തെ മുഴുവൻ രക്ഷിച്ച വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന നസ്രായനായ യേശുക്രിസ്തു, അണ്ടകടാകത്തിന്റെ ഉടയവനായിരിക്കുന്ന, അഖിലാണ്ടത്തിന്റെ ഉടയവനായിരിക്കുന്ന, 7 കടലിന്റെ ഉടയവനായിരിക്കുന്ന, 7 വൻകരയുടെ ഉടമസ്ഥനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനോട് ഹല്ലേലൂയ നീ വിശ്വസിച്ചുകൊണ്ട്
ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിന്റെ നടുവിൽ ആ മറുപടി. അല്ലാതെ നമ്മുടെ ബാഹ്യപ്രകടനങ്ങളിലൊന്നും ദൈവം പ്രവർത്തിക്കത്തില്ല കേട്ടോ. അല്ലേലിയ. നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും അടുത്തു പോകുക, അതൊക്കെ ചെയ്യുക തന്നെ ചെയ്യണം. പക്ഷേ വിശ്വാസത്താൽ നീ യാചിക്കുന്നതൊക്കെയും അല്ലേലിയ ലഭിച്ചുവെന്ന് വിശ്വസിക്കുമ്പോൾ അതൊരു സന്തോഷത കേട്ടോ. അല്ലേലിയ. രക്തജയം. പ്രേക്ഷണം. നമുക്ക് ഒരുപാട് കഷ്ടങ്ങളുണ്ടെന്നേ, പ്രയാസങ്ങളുണ്ടെന്നേ. ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരി സൗരന്മാരോട് പറയട്ടെ, യുവതി യുവാക്കന്മാരോടൊക്കെ പറയട്ടെ, നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന വ്യക്തിയാണ്. അല്ലേലിയ. നിങ്ങൾ ഒരുപാട് കണ്ണുനീരിലൂടെ കടന്നു പോകുന്നതാണ്. നിന്റെ നടുവിൽ നീ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്ക്. കുടുംബത്തിൽ ഒരു സന്തോഷം അനുഭവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എത്ര സഹോദരിമാരുണ്ടെന്ന് പറയാമോ. അല്ലേലിയ. ചിലരുടെയൊക്കെ ചിന്തയെന്ന് പറയുന്നത് ഈ ഭവനത്തിനകത്ത് അല്ലേലിയ അല്പം മദ്യമൊക്കെ വാങ്ങി വെച്ച് കുടിച്ച് സന്തോഷിച്ച് വൈകിട്ട് ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടി ഇന്ന് പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുമെന്ന ഒരു മദ്യപാനിയുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അല്ലേലി. അതുകൊണ്ടൊന്നും മദ്യം വീട്ടിനകത്ത് ഫ്രിഡ്ജിലും ഷോക്കേസിലും അലമാരിക്കകത്തും കൊണ്ട് പൂട്ടി വെച്ചിട്ട് നീ പ്രാർത്ഥിച്ചാൽ അതിനും മറുപടി കിട്ടത്തില്ല. അല്ലേലിയ. നീ വിശുദ്ധനായി ജീവിക്കണം. ജഡത്തിലെ ആത്മാവിലെ സകല കൺവെൻഷൻ നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നത്. അതുകൊണ്ട് വചനം പറയുന്നത് ഉദാഹരണമായി പറയുമ്പോൾ ഒരു മലയെയും ഒരു കാട്ടത്തി മരത്തെയും കുറിച്ച് അല്ലിയ കർത്താവ് അല്ലിയ ഉപമയായി പറയുക. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് മർക്കോസിന് സുവിശേഷം 11:23 നമ്മൾ വായിച്ചു. അല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ ദൈവവചനം പറയുമ്പോൾ നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കടലിൽ ചാടിപ്പോക എന്ന് മർക്കോസിന്റെ 11:23 മല നീങ്ങിപ്പോക എന്ന് മത്തായി സുവിശേഷം 18:21 കാട്ടത്തി കടലിൽ നട്ടുപോക എന്ന് ലൂക്കോസ് 17:6 എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്. ഇതൊരു ആലങ്കാരികമായ പ്രയോഗമാണ്. അല്ലേലൂയ. എന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഇത് മൂന്നും അല്ലേലൂയ 3 തവണ പറഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് ഇത് മൂന്ന് ഭാഗങ്ങളിൽ പറഞ്ഞതാണ്. അല്ലേലൂയ. കണക്കാണ് നമുക്ക് നമുക്ക് മലയില്ലാതാക്കുകയോ കാട്ടത്തിയെ പറിക്കുകയോ അല്ല നമ്മുടെ ആവശ്യം. വിശ്വാസത്താൽ കർത്താവിനെ കണ്ടെത്തിയ നാം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നാം ഒന്നിലും സംശയിക്കാതെ യാചിക്കണമെന്നതാണ്. നമുക്ക് മലയെ നീക്കിക്കളയാനും കാട്ടത്തിയെ പറിച്ചു കളയാനൊന്നും അല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. വിശ്വാസത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്ത് ചെയ്യണം? കർത്താവായ യേശുക്രിസ്തുവോട് വിശ്വാസത്താൽ പ്രാർത്ഥിക്കുമ്പോൾ, സംശയിക്കാതെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും എന്ന് പറഞ്ഞാൽ യഹൂദനാകുന്ന പർവ്വതവും അത്തിവൃക്ഷവും അല്ലേലൂയ പിന്നീട് കടലിൽ നിപതിച്ച കാര്യം ഒരു ചരിത്ര സത്യമായി നിലകൊള്ളുകയാണ്. സ്വന്തം രാജ്യത്തിൽ നിന്നും അവർ മുഴുവനായി നിഷ്കാസിതരായി പോയ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ വേദവസം പറയുന്നത്. ഇസ്രായേൽ സ്വന്തം ദേശത്തുനിന്നും വിവിധ രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയതുപോലെ അങ്ങനെയുള്ള ചരിത്രത്തെക്കുറിച്ച് ഈ വേദപുസ്തകം വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രശ്നക്കെതിരെ നമ്മൾ മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കാണുന്നത് വിശ്വാസമുള്ള പ്രാർത്ഥന സകലത്തെയും നിങ്ങൾക്ക് ലഭ്യമാക്കി തരും. വിശ്വാസമുള്ള പ്രാർത്ഥന സകലത്തെയും നിങ്ങൾക്ക് ലഭ്യമാക്കി തരും. അതിന് വചനം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ മർക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്ന ഒരു സകലർക്കും കഴിയുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഊമനായിരിക്കുന്ന മകനെ അല്ലുയ ഒരു മനുഷ്യൻ തന്റെ ഊമന്റെ പിതാവ് തന്നെ യേശുവിന്റെ ശിഷ്യന്മാരേക്ക് കൊണ്ടുവന്നു. അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. അവൻ എന്ത് ചെയ്തു? തന്റെ മകനെയും കൊണ്ട് യേശുവിന്റെ ഒരിക്കൽ വന്നു പറഞ്ഞു, ഞാൻ നിന്റെ ശിഷ്യന്മാരിരിക്കുന്ന എന്റെ മകനെ കൊണ്ടുപോയി അവർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല എന്ന് യേശുവിന്റെ അവർ പറഞ്ഞു. അല്ലേലൂയ.
എന്നിട്ട് ഈ മനുഷ്യൻ പറയാണ്, ഈ ഊമനായ മനുഷ്യൻ, ഈ മകന്റെ പിതാവ് പറയാണ്, നിന്നാൽ വല്ലതും കഴിയുമെങ്കിലെന്നോ. യേശു പറഞ്ഞത് നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ അല്ലൊരിയ കഴിയുമെങ്കിലോ എന്നുള്ളതല്ല, ആമേൻ, വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്നാണ്. പ്രവേശനോ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന വിശ്വസിച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചാൽ അതിന്റെ നടുവിൽ അത്ഭുതം നടക്കും. പ്രവേശനോ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നീ ഒരുപാട് കടക്കണിയിലൂടെ ജപ്തി നടപടിയൊക്കെ നേരിട്ട് പ്രഭാതത്തിൽ വീട് ഒഴിഞ്ഞു കൊടുക്കത്തക്ക നിലയിൽ നീ ഭാരപ്പെടുന്നവനായിരിക്കാം. നീ വിവിധ ആവശ്യങ്ങൾക്ക് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാതെ, ബ്ലേഡിൽ നിന്ന് പൈസ എടുത്ത് തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. വിവിധമായ രോഗത്താൽ അല്ലെങ്കിൽ നീ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ഇങ്ങനെയൊക്കെ നീ കടന്നു പോകുന്ന ഈ സന്ദർഭത്തിൽ ഹല്ലേലൂയ, നീ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിനൊരു മറുപടി ദൈവം തരും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഇത്രയും കാലം അങ്ങനെ പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് മറുപടി ഒന്നും കിട്ടിയില്ലോ നിങ്ങൾ ചോദിക്കാം. അതൊരു ശരിയായ കാര്യം തന്നെയാണ്. പക്ഷെ നിന്റെ ഉള്ളിലെ അവിശ്വാസമാണ് നിന്റെ പ്രാർത്ഥനയെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ പറ്റാതെ വരുന്നത്. പലപ്പോഴും നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് അവിശ്വാസമുള്ളൊരു ഹൃദയമുണ്ട്. അവിശ്വാസമുള്ള ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രാർത്ഥന ജൽപ്പനമാണ്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല. നീ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്വം നിറയപ്പെട്ട് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്വം നിറയപ്പെട്ട് നിൽക്കണം. നമ്മൾ ചില ആളുകളെയൊക്കെ ശ്രദ്ധിച്ചാൽ എത്ര ഭക്ഷണം കഴിച്ചാലും അവർക്ക് തൃപ്തി വരുന്നില്ല. അവർ നിറഞ്ഞ് അവർക്ക് എഴുന്നേക്കാൻ വയ്യാത്തടത്തോളം ചിലർ നിറച്ച് കഴിക്കും. അങ്ങനെയൊക്കെയുള്ളവരുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ വിശ്വാസത്താൽ നിറയണം. ഇവിടുത്തെ ആക്ഷരികമായ ഭക്ഷണം കൊണ്ട് അല്ല നമ്മൾ നിറയേണ്ടത്, വിശ്വാസത്താൽ നമ്മൾ നിറയണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ നിറയണം. ഭക്ഷണം കഴിച്ച് നിറയുന്നത് പോലെ തന്നെ വിശ്വാസത്താൽ നിറയപ്പെട്ട് നിന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, മലയോട് ചാടി കടലിൽ പോകാ എന്ന് പറഞ്ഞാലും, കാട്ടത്തിയോട് ചാടിപ്പോകാൻ വീരോടെ പറഞ്ഞു പോകാ എന്ന് പറഞ്ഞാലും ഒക്കെ ഹല്ലേലൂയ അത് സംഭവിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ ഒറ്റ വാക്കിന് അത്തി ഉണങ്ങിപ്പോയതുപോലെ, യേശു ശപിച്ച അത്തി ഉണങ്ങിപ്പോയതുപോലെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നേ വിശ്വസിക്കണം. അപ്പം പ്രാർത്ഥനാ വീരന്മാരായിട്ട് അനവധി ആളുകളെ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. നല്ല പ്രാർത്ഥന മനുഷ്യനായിരുന്നു ഹല്ലേലൂയ ഹാബേല്. നല്ല പ്രാർത്ഥന മനുഷ്യനായിരുന്നു ഹാനോക്ക്. ഹല്ലേലൂയ. നല്ല പ്രാർത്ഥന മനുഷ്യനായിരുന്നു ഹല്ലേലൂയ സ്തോത്രം അബ്രഹാം. നല്ല പ്രാർത്ഥന മനുഷ്യനായിരുന്നു നോഹ. ഹല്ലേലൂയ. നല്ല പ്രാർത്ഥന മനുഷ്യനായിരുന്നു മോശയും പിന്നെ ശമൂവേലും ഹന്നയും ഏലിശയും ഏലിവാവും ഒക്കെ ശക്തനായ പ്രാർത്ഥന വീരന്മാരായിരുന്നു. ഹല്ലേലൂയ. അവരുടെയൊക്കെ പ്രാർത്ഥനയ്ക്കകത്ത് മറുപടി നടന്നു. മറുപടി ഉണ്ടായി. എന്തുകൊണ്ടാണോ? വിശ്വസിച്ചുകൊണ്ട്, വിശ്വാസ ഉള്ളത്തിൽ നിറച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പം വിശ്വാസത്തിന് പ്രാധാന്യത കേട്ടോ. നമ്മുടെ പണത്തിനല്ല പ്രാധാന്യത, നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിന് ലഭ്യമാകും. രക്തം ചെയ്യാം. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ബദലേ ഒന്ന് സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഹല്ലേലൂയ, ഭവനത്തിനകത്ത് അനവധി ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കുന്നത് ഈ സഹോദരിമാരാ. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാർക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. അവർ സേട്ടുമാരാ, സാറുമാരാ, രാജാക്കന്മാരാ. ഭവനത്തിനകത്തും ഒരു രാജാക്കന്മാരാ. ഭാര്യയും ഭർത്താവും മക്കളോട് ജീവിക്കുന്നിടത്തും എല്ലാം ഭർത്താവ് കൽപ്പിക്കുക, എല്ലാം കൽപ്പന ഭാര്യയോട് കൽപ്പിക്കുക. എന്നിട്ട് ഈ ഭർത്താവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ രാവിലെ തൊട്ട് പോയി പണി ചെയ്ത് വേല ചെയ്ത് കുടുംബം പോറ്റാൻ നിനക്ക് വേണ്ടി അധ്വാനിച്ചതിന്റെ, മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചതിന്റെ എന്നൊക്കെ പറഞ്ഞ് അലിയ വീട്ടിൽ വന്നിട്ട് കസേരയിൽ കയറി കൊച്ചുവീരി വലിച്ച് കട്ടൻ കാപ്പിയും കുടിച്ച് പത്രവും നോക്കി മൊബൈലിലും തോണ്ടിയിരിക്കുന്ന അനവധി ആളുകളുണ്ട്. ഈ ഭാര്യ പെരക്കകത്ത് കിടന്ന് ഭയങ്കര കഷ്ടപ്പാടാണ്. നിങ്ങൾ അന്നേരം ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. ഈ ചില ആളുകളുടെ ചിന്ത, ഭാര്യമാർ ഈ റോബോട്ടാണ്. ചില ആളുകളുടെ ചിന്ത എന്ന് പറയുന്നത്, ഒരു 99% ആളുകളുടെയും ചിന്ത ഭാര്യ റോബോട്ടാണ്, വീട്ടിലെ പണിക്കാരിയാണ്, വേലക്കാരിയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അവർ കൽപ്പിക്കുക. എന്ന് പറഞ്ഞാൽ അവൾ രാവിലെ എഴുന്നേറ്റോണം, അവൾ രാവിലെ എഴുന്നേറ്റ് വീട്ടിനകത്ത് ഭർത്താവിൻ്റെ രാവിലെ ജോലിക്ക് പോകാനുള്ള എല്ലാം റെഡിയാക്കണം, മക്കളെ സ്കൂളിൽ വിടണം, അവരെ ജോലിക്ക് പറഞ്ഞു വിടണം, അതെല്ലാം ചെയ്യണം, അവരെ സമയാസമയങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കണം. മാത്രമല്ല സ്തോത്രം അല്ലെങ്കിൽ അവരുടെ തുണികളെല്ലാം കഴുകണം. എന്ന് പറഞ്ഞാൽ ഈ ഭർത്താക്കന്മാർ വഴിയിൽ പോയി കള്ളു കുടിച്ച് വാള് വെച്ച് വരുന്ന തുണി, അതും പിന്നെ നാട്ടുകാരിൽ അടിച്ച് ഓടയിലിട്ട് നായുള്ളി വരുന്ന ആ തുണികളും, പിന്നെ ചില മദ്യപാനികൾ കുടിച്ചിട്ട് റോട്ടിൽ കിടന്നു പിടുത്തിട്ട് വരാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരുപാട്. അങ്ങനെ വരുന്നവനെ, പിന്നെ ഈ മദ്യപിച്ച് സ്വയമായിട്ട് വയറ്റിന്നൊക്കെ തന്നെ പോയിട്ട് വരുന്ന ഇവരൊക്കെ ഈ കൊണ്ടുവരുന്ന തുണികളൊക്കെ
ഈ ഭാര്യ നനച്ചു കൊടുക്കുന്ന ഒരു ഉപകരണമാണെന്ന് ചില സഹോദരന്മാരുടെ ഉള്ളിൽ ചിന്ത. നിങ്ങൾ എങ്ങനെയൊക്കെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ 100 തെളിവ് തരാം ഞാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ വീട്ടിൽ എന്തോ റോബോട്ട് പണിക്കാരിയാ പലരുടെയും. ഭർത്താക്കന്മാർ കൽപ്പിക്കുക, പിന്നെ ഭർത്താക്കന്മാർ ആവശ്യം വരുമ്പോഴത്തേനും ഭാര്യമാർ ഒരു ഉപകരണം പോലെ അവർക്ക് വിധേയപ്പെട്ട് കൊടുക്കുക. ഇങ്ങനെയല്ല സഹോദര. പിന്നെ ഭർത്താക്കന്മാർ മദ്യ മേടിക്കുക. പിന്നെ എന്ന് പറഞ്ഞൊരു വഴിയിലിരിക്കുന്ന ചെണ്ടക്കിട്ട് ആർക്ക് വേണമെങ്കിലും കൊട്ടാം. വഴിയിൽ ചെണ്ട ഇരിക്കുക, അത് കണ്ടാൽ ആരെങ്കിലും ഒന്ന് കൊട്ടേച്ച് പോകും എന്ന് പറഞ്ഞ പോലെ ചില വീട്ടിലെ സഹോദരിമാർ വഴിയിലിരിക്കുന്ന ചെണ്ട പോലെ ഭർത്താക്കന്മാർക്ക് എപ്പോഴും കൊട്ടാൻ. ഇവൻ കള്ളു പിടിച്ചു വരുമ്പോഴും കഞ്ചാവ് പിടിച്ചു വരുമ്പോഴും ഇവൻ ബഹളം ഉണ്ടാക്കി വരുമ്പോഴും എപ്പോഴും വഴിയിലേക്ക് ചെണ്ടക്കെട്ട് അടിക്കുന്ന പോലെ ചില ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാര്യമാരെ വെറുതെ എടുത്തിട്ട് ഇടിക്കുന്ന ചില സഹോദരന്മാരുടെ നീചന്മാര് ലരിയ അമ്മയല്ലേ വൃത്തികെട്ടവന്മാരെന്നൊക്കെ വേണേൽ പറയാം. കാരണം അങ്ങനെയല്ല സഹോദരൻ. വീട് സന്തോഷമായി മാറണം. പ്രാർത്ഥനയ്ക്ക് നമ്മുടെ വീട്ടിനകത്ത് ഇങ്ങനത്തെ ഉണ്ടാകുക. അപ്പൊ നിങ്ങളുടെ സഹോദരി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇടം കൈയും വലങ്കയും പോലെ നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്നത് ചേർത്ത് പിടിക്കണം. അല്ലേ? വീട്ടിലെ പണിക്കാരിയെ പോലെ അങ്ങനത്തെ ഈ നേരം കൊടുത്ത് ഈ മനുഷ്യൻ പറയും, ഞാൻ രാവിലെ പോയി കഠിനാധ്വാനം ചെയ്ത്, നീ പോയി അധ്വാനം ചെയ്തതുപോലെ തന്നെ ഒരു ദിവസം ഈ ഭാര്യ വീട്ടിനകത്ത് എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. രാവിലെ നിങ്ങൾ ഒരുക്കി വിട്ട് പിന്നെ നിങ്ങളുടെ തുണികളെല്ലാം തിരുമ്പി മാത്രമല്ല അവൾ വീട്ടിൽ വീണ്ടും എല്ലാം പണിയും ചെയ്ത് മക്കളെയും പറഞ്ഞു വൈകിട്ട് മക്കളെ നോക്കിയിരിക്കുക സ്കൂളിൽ നിന്ന് വിട്ടു വിടുവാൻ. അതും കഴിഞ്ഞ് അവരുടെ എല്ലാ കാര്യങ്ങൾ നടത്തിയിട്ട് അവരെ പഠിപ്പിക്കുകയും ചെയ്യണം. ട്യൂഷൻ കൊണ്ടാക്കണം, തിരിച്ചു കൊണ്ടുവരണം. മാത്രമല്ല ലേലിയ സ്തോത്രം, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കൊണ്ടുവിട്ടിട്ട് വൈകിട്ട് ഭർത്താക്കന്മാർ വരുന്ന നോക്കി ആഹാരമൊക്കെ ഉണ്ടാക്കി വീണ്ടും കാത്തിരിക്കുക. അല്ലേ? അത്രമാത്രം കഷ്ടപ്പാടുകൾ ഈ ഭാര്യമാർ അനുഭവിക്കുന്നുണ്ട്. ഇത് കാണാനൊരു മനസ്സെങ്കിലും. എന്നിട്ട് ഈ ഭർത്താവ് ഇത് പണി ചെയ്തിട്ട് കള്ളം കുടിച്ച് 4 കാലെ തുമ്പിയെ പിടിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയുടെ നേരെ കനട്ടിയുള്ള ചോദ്യം, കർക്കശമായ ചോദ്യം. അല്ലേ? നീ ഇവിടെ എന്തെടുക്കായിരുന്നു? നീ എന്തായിരുന്നു ഇവിടെ ജോലി? നീ ആരോടായിരുന്നു ചാറ്റിക്കൊണ്ട്? നീ ആരാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? പിന്നെ സംശയമായി, ഭാര്യ സംശയമായി, പിന്നെ പ്രശ്നമായി. അല്ലേലിയ. എന്റെ സഹോദരൻ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി എന്റെ കൺമുമ്പിൽ കേട്ടോ. ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ലിയ ആ സഹോദരിയുടെ ഭർത്താവ് ഫോൺ വിളിച്ചു. അപ്പൊ ആ ഫോൺ വിളിച്ചു എടുക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. കാരണം അവിടെ പലരും, ഒരു കച്ചവടമാണ്, അവർ പലരും വന്നവർക്ക് എടുക്കാൻ പറ്റില്ല. വളരെ പെട്ടെന്ന് ഈ ഭർത്താവ് കലിതുള്ളി ഇങ്ങോട്ട് വന്നിട്ട് പൊതുജനത്തിന് ഉപയോഗിച്ച ഭാര്യ തല്ലാഴുക. ആ പെണ്ണിന്റെ കണ്ണു പറയുന്നത് ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഈ ഭർത്താക്കന്മാരെന്ന് പറയുന്നതൊക്കെ വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, വിശുദ്ധിയില്ല, വീട്ടിലിരിക്കുന്ന ഭാര്യമാരെ ഒരു ഉപകരണമായി വേലക്കാരിയെ പോലെ കാണുന്നവരാ. എല്ലാവരും അങ്ങനെയല്ല. നിങ്ങളുടെ കുടുംബം സന്തുഷ്ടമായിരിക്കണം, നിങ്ങളുടെ കുടുംബം സമാധാനമായിരിക്കണം. നിങ്ങളുടെ ഭാര്യയെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ മർദ്ദിച്ച് നിങ്ങളുടെ ഭാര്യയുടെ സ്നേഹം വാങ്ങരുത്. അല്ലേ? അപ്പൊ നിങ്ങൾ രാവിലെ പോയതിനു ശേഷം വൈകിട്ട് മടങ്ങി വരുന്നിടം വരെ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തീർക്കുന്ന ഈ ഭാര്യമാരെ. അപ്പൊ നിങ്ങൾ പറയും ഈ പുള്ളി ഇന്ന് രാവിലെ പെണ്ണുങ്ങളെ ഭാര്യമാരെ ഉയർത്തി. അല്ല സഹോദരൻ, ഞാൻ ഒത്തിരി അനുഭവമുള്ളവരാണ്. കാരണം ഒരുപാട് പുരുഷങ്ങൾ തന്നെ പ്രാർത്ഥിക്കുന്നത്. കേരളത്തിനകത്തും ഭാരതത്തിനകം വിദേശത്ത് ജോലിക്ക് കടന്നുപോയിട്ട് വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ചില സഹോദരന്മാരെ കള്ളും കുടിച്ച് അവിഹിതമായി ജീവിതത്തിൽ നയിച്ച് ഭാര്യമാർ സമാധാനമില്ലാതെ മരിച്ചാൽ മതി എന്ന് പറയുന്ന സഹോദരിമാരെ എനിക്കറിയാം. കുടുംബത്തിൽ ഒരു നിമിഷങ്ങൾ സന്തോഷത്തോട് ജീവിച്ചാൽ മതി വാർച്ച എന്ന് പറയുന്ന സഹോദരിമാരെ എനിക്ക് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേരിയ. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് എന്നെക്കൊക്കെ സഹോദരൻ, നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ കഠിനാധ്വാനം ചെയ്യുന്നതാണ് നിങ്ങളുടെ ഭാര്യ. പ്രേക്ഷകരോ, നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. അല്ലെ, നിങ്ങളെ ഒരു ദിവസം നിങ്ങളുടെ ഭാര്യയെ ജോലിക്ക് പറഞ്ഞു വിടണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ വേല ചെയ്യണം. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് കട്ടൻ കാപ്പിയിട്ട് നിങ്ങൾക്ക് തരുന്നത് തൊട്ടുള്ള എല്ലാ പണികളും നിങ്ങൾ ചെയ്ത് വീട്ടിനകത്തെ അടിച്ചു വാരി എല്ലാം വൃത്തിയാക്കി മുറിയെല്ലാം തുടച്ച് വീട്ടിനകത്ത് ഭക്ഷണമുള്ള മക്കളെല്ലാം വിട്ട് നിങ്ങളൊന്ന് നോക്കാം. അന്നേരം അറിയാം അതിന്റെ രുചി അറിയണമെങ്കിൽ. ഞാൻ ആ ഭാഗം നിർത്തുക. അത്രയും നിങ്ങൾ മനസ്സിലാക്കി ഇനി ഗ്രഹിക്കുക കേട്ടോ. ഇവിടെ ഞാനത് പറയാൻ കാരണം വീട്ടിനകത്ത് പ്രാർത്ഥന ഉണ്ടായിരിക്കണം. കുടുംബം എന്ന് പറഞ്ഞ പ്രാർത്ഥനയിലൂടെ വേണം നമ്മുടെ കുടുംബത്തെ പണിതെടുക്കാൻ. അല്ലേ? പ്രാർത്ഥനയില്ലാത്ത കുടുംബം എന്നൊക്കെ പറയുന്ന നരകമാണ്. അല്ലേ? പ്രാർത്ഥനയില്ലാത്ത കുടുംബം എന്താണ്? നരകം. നരകത്തിന്റെ ഉടയനാരാണ്? ലൂസിഫറാണ്. അപ്പം പ്രാർത്ഥനയില്ലാത്ത കുടുംബത്തിനകത്ത് അവിടുത്തെ നായകൻ എന്ന് പറയുന്നത് സാത്താനാണ്. അല്ലേ? സാത്താൻ പല വിധത്തിൽ കുടുംബത്തിനകത്ത് പ്രത്യക്ഷമാകും. ഫ്രീസലോട്. അല്ലേ? എന്നെ കേൾക്കുന്ന പ്രശ്നം ഇതാ,
നിങ്ങൾ സ്തോത്രം ദൈവത്തിന്റെ മകനാണ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ മകളാണ് ഒരു ബോധ്യമുണ്ട്, നിങ്ങൾ സന്തോഷത്തോടെ കുടുംബമടക്കം വീടടക്കം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിന്റെ സകല പ്രശ്നങ്ങളും ദൈവം മറുപടി നൽകും. അപ്പം വിശ്വാസമുള്ള പ്രാർത്ഥന സകലത്തെയും നിങ്ങൾക്ക് ലഭ്യമാക്കി തരും. തടസ്സങ്ങളെല്ലാം തകർത്ത് കളയും. തടസ്സങ്ങളെല്ലാം തകർത്ത് കളയും. മലകളെ പോലെയുള്ള പ്രശ്നങ്ങളെ ഹല്ലേലൂയ നിങ്ങളുടെ മുമ്പിൽ നീങ്ങിപ്പോകും. മലകൾ പോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്ന മത്തായി 8:13 കാണുന്നുണ്ട്. എന്ന് പറയുന്ന രക്തസ്രാവമുള്ള ഒരു സ്ത്രീയോട് മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു ഹല്ലേലൂയ പറഞ്ഞു. ആ നാഴികമൂടി സ്ത്രീക്ക് സൗഖ്യം വന്നുവെന്ന് മത്തായി സുവിശേഷം 9:22 മാർക്കോസ് സുവിശേഷം 5:25 വായിച്ച 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീയെ കുറിച്ച് കാണാൻ കഴിയും. ആ കാലഘട്ടത്തിൽ രക്തസ്രാവമുള്ള സ്ത്രീ സമൂഹത്തിൽ വരാൻ പറ്റില്ല, അവൾ അറയ്ക്കപ്പെട്ടവളാണ്. എന്നാൽ യേശുവിന്റെ കുറിച്ച് അവൾ കേട്ടു. അവളുടെ ഉള്ളിൽ തീരുമാനമെടുത്ത് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എന്റെ ഈ രക്തസ്രാവം മാറും. അവൾ ജനത്തിരക്കിനിടയിലൂടെ പലരും ഭയപ്പെട്ടാണെങ്കിലും ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. അവളുടെ രക്തസ്രാവം ബാധ മാറി. അപ്പൊ യേശു തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് മനസ്സിലാക്കി യേശു ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ ശിഷ്യന്മാര് പറഞ്ഞു, നിന്നെ ഇത്രമാത്രം ജനം തിക്കിത്തിരക്കുമ്പോൾ നിന്നെ തൊട്ടെന്ന് നിനക്ക് എങ്ങനെയാണ്? യേശു പറഞ്ഞു, ഇല്ല, എന്നിൽ ശക്തി പുറപ്പെട്ടു. യേശു തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ വന്ന് അവളുടെ സങ്കടം പറഞ്ഞു. അപ്പോൾ അവളോട് യേശു പറഞ്ഞാണ്, സ്ത്രീയോട് മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞ ആ നാഴികമൂടി സ്ത്രീക്ക് സൗഖ്യം വന്നു. അതേപോലെ നമ്മൾ വിശ്വാസമാണ് അവളുടെ വിശ്വാസം. അതുപോലെ തന്നെ ഹല്ലേലൂയ അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ ഹല്ലേലൂയ അവന്റെ അടുക്കൽ വന്നു, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഉവ്വ് കർത്താവേ എന്നവർ പറഞ്ഞു. അവൻ അവരുടെ കണ്ണു തൊട്ട് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണു തുറന്നു വന്ന മത്തായി 9:28 2 കുട്ടന്മാരെ യേശുവിനോട് സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിച്ചു. യേശു വീട്ടിൽ ചെന്നപ്പോൾ ഇവരും വീട്ടിൽ ചെന്നിട്ട് പറയാ, ഞങ്ങൾക്ക് സൗഖ്യമാണോ? അവർ യേശു ചോദിക്കണ്ടേ, എനിക്കിത് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ അവർ ചെയ്യാൻ കഴിയും അല്ലേ? ഇവിടെ വിശ്വാസമാണ്. ആ കുരുടന്മാരുടെ പ്രാർത്ഥന എന്തായിരുന്നു? ഞങ്ങൾ ജനിച്ച കാലം തൊട്ട് ഞങ്ങളുടെ കണ്ണിന് കാഴ്ചയില്ല, ഹല്ലേലൂയ, ഞങ്ങളുടെ കണ്ണ് തുറക്കുവാൻ ആർക്ക് കഴിയും? അന്നത്തെ വൈദ്യശാസ്ത്രമൊന്നും കണ്ണ് തുറക്കാൻ കഴിയത്തില്ല, ഡോക്ടർമാർക്ക് ഒന്നും കണ്ണ് തുറക്കാൻ കഴിയത്തില്ല. ഇന്നത്തെ വൈദ്യശാസ്ത്രം പോലെ അല്ല. അന്നും ഉണ്ട്, അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അന്നും ഒരുപാട് പള്ളികളിലും ഒക്കെ അവർ കടന്നു പോയിട്ടുണ്ടായിരിക്കാം, ഹല്ലേലൂയ, ഭിക്ഷയാചിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അവിടെ വന്നവർക്ക് ആർക്കും അവിടെ സൗഖ്യം കൊടുക്കാൻ കഴിയില്ല. എന്നാൽ ദാവീദിന്റെ പുത്രനായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു ആ വഴി വന്നപ്പോൾ അവർ പറഞ്ഞു, ഇവനെ ഞങ്ങളുടെ കണ്ണ് തുറക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട്, ഇന്ന് വരെ ഞങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങളെ കണ്ണു തുറക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് ഞങ്ങളെ കണ്ണു തുറക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് അവർ യേശുവിനെ അനുഗമിച്ചു. അവൻ വീട്ടിൽ ചെന്നപ്പോൾ ഇവരും വീട്ടിൽ ചെന്ന് പറയുക, ഞങ്ങളുടെ കണ്ണിന് കാഴ്ച വേണം. വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചുവെന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. അത് ഈ കുരുടന്മാരുടെ കണ്ണും തുറന്നു കെട്ടി കാഴ്ച ലഭിച്ചു. ഇന്നത്തെ പലരും ആത്മീയ കുരുടന്മാരാ. ഇന്ന് പലർക്കും 2 കണ്ണ്, ദൃശ്യമായ 2 കണ്ണുകൾ കൊണ്ട് പലരും പലതും കാണുന്നുണ്ടെങ്കിലും ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന സ്വഭാവേ, നീ ആത്മീയമായി കുരുടനാ. ആത്മീയമായി കുരുടനിന്റെ ഉള്ളിലുള്ള നിന്റെ കണ്ണ്, ആത്മീയ കണ്ണ് തുറക്കാത്തിടത്തോളം കാലം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ ആത്മീയ കണ്ണ് തുറക്കാൻ വേണ്ടി, നിന്റെ ഹൃദയദർശനം പ്രകാശിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആമീൻ, ദൈവം നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ ചെയ്യും. കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവം മറുപടി തരാൻ പോയി. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിൽ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ വേദനകളെ മാറ്റുവാൻ, നിന്റെ സങ്കടങ്ങളെ മാറ്റുവാൻ, ദുഃഖങ്ങളെ മാറ്റുവാൻ യേശു ആഗ്രഹിക്കുക. ഇതുവരെ നീ കടന്നുപോയ ചില പ്രതിസന്ധികളുണ്ട്, അതിന്റെ നടുവിൽ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുക. ആമീൻ. മല പോലെ നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയില്ലേ? മാറ്റി എന്ന് പറഞ്ഞ് നീ ഭാരപ്പെടുകയില്ലേ? കർത്താവ് നിന്നെ ഒന്ന് പിടിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. നീ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം അതിന് മറുപടി തരുന്നവനാം. രക്തം ചെയ്യും. ബാഹ്യമായ പ്രകടനങ്ങൾ കൊണ്ടല്ല ദൈവം നിന്നെ, ബാഹ്യമായ പ്രകടനത്തിലൂടെ അല്ല ദൈവം പ്രവർത്തിക്കുന്നത്, വിശ്വാസത്തിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവരെ, ഒരു കനാനി സ്ത്രീ തന്റെ മകളെ കർത്താവ് സുഖപ്പെടുത്തുവാനായി യേശുവിന്റെ അരികിൽ കൊണ്ടുവന്നപ്പോൾ യേശുവോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. കനാന്യ സ്ത്രീ, സർവ്വപരിക്കാരി, ആ സ്ത്രീയുടെ മകൾ സൗഖ്യം, അവളുടെ മകൾക്ക് കാലിൽ സൗഖ്യം വരാൻ വേണ്ടി
അല്ലേ? യേശു അവളോട് സംസാരിക്കുന്നത്, യേശു അവളോട് സംസാരിക്കുന്നതും അവൾ യേശുവോട് സംസാരിക്കുന്നതും കാണാൻ കഴിയും. എന്നാൽ അവൾ ചോദിച്ച ചോദ്യത്തിനൊന്നും അല്ല യേശു മറുപടി പറഞ്ഞെങ്കിലും അവൾ പറയുക, സ്തോത്രം, ഹല്ലേലൂയ, നായ്ക്കളും മേശന്റെ അപ്പുറക്കൾ തിന്ന് ജീവിക്കുന്നില്ലയോ എന്നുള്ള ആ ചോദ്യത്തിന്റെ നടുവിൽ, ആ വാക്കിന്റെ നടുവിൽ യേശുവുള്ള വിശ്വാസം മനസ്സിലാക്കുകയും, ഹല്ലേലൂയ, അവളോട് യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം, ഹല്ലേലൂയ, 15:28 വായിച്ചെന്ന് കാണാൻ കഴിയും. നിങ്ങൾ കർത്താവിനോട് എന്ത് യാചിച്ചാലും സംശയിക്കാതെ മനനിശ്ചയത്തോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി യാചിക്കുമ്പോൾ, നിങ്ങൾ വിശ്വാസത്തോടുകൂടി യാചിക്കുമ്പോൾ ജീവനുള്ള ശക്തിയേറിയ അനുഭവങ്ങളെ ദൈവം നിങ്ങൾക്ക് നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിനുറപ്പോടെ, ദൃഢനിശ്ചയത്തോടെ, വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ജീവനുള്ള പ്രതിഫലം നിനക്ക് കിട്ടും, ജീവനുള്ള മറുപടി. കാരണം നിന്റെ പ്രാർത്ഥന ജീവനുള്ള ദൈവത്തോടാണെങ്കിൽ ജീവനുള്ള മറുപടി നിനക്ക് കിട്ടും. അപ്പൊ യേശുവിന്റെ അരികിൽ കടന്നു വന്നവരെല്ലാം ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ, ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അവരുടെ വിഷയങ്ങൾക്കെല്ലാം ജീവനുള്ള മറുപടിയാ കിട്ടിയത്. അല്ലെങ്കിൽ സ്വറൂഫേനിക്ക് കയത്തിയുടെ മകൾക്കും, ഹല്ലേലൂയ, ഈ കുരുടന്മാർക്കും കുഷ്ഠരോഗികൾക്കും ചെകിടന്മാർക്കും മുടന്തന്മാർക്കും എല്ലാം യേശുവിന്റെ അരികിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ, യേശുവിൽ വിശ്വസിച്ചപ്പോൾ ഇവനിതെല്ലാം സൗഖ്യമാക്കാൻ, വിടിവിക്കാൻ കഴിയുമെന്ന് അവർ ചിന്തിച്ചപ്പോൾ എന്ത് ചെയ്തു? അവരുടെ വിഷയങ്ങൾക്കെല്ലാം ജീവനുള്ള മറുപടിയും രക്താശയം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ പ്രാർത്ഥനയിൽ ജീവനുള്ള മറുപടി ദൈവം തരുവാൻ ആഗ്രഹിക്കുക. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. എന്താണ് വായിച്ചവൻ? ഹല്ലേലൂയ, മർക്കോസ് സുവിശേഷം, ഹല്ലേലൂയ, 11-ാം അധ്യായമാണ് വായിച്ചത്. ഹല്ലേലൂയ, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കും, സ്തോത്രം, 11-ാം അധ്യായത്തിനകത്ത് 24-ാമത്തെ വാക്യം, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാലത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പകൽ നിങ്ങളുടെ അവിശ്വാസം മാറി ദൃഢഹൃദയത്തോടെ, ദൃഢനിശ്ചയത്തോടെ, ഉറച്ച മനസ്സോടെ എന്നോടൊപ്പം പ്രാർത്ഥിക്കാവൂ. കർത്താവേ, ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എൻ്റെ പ്രാർത്ഥന ജീവനുള്ള മറുപടി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ, കുടുംബത്തിനകത്തൊരു അത്ഭുതം നടക്കും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ, ഭാരത, ലോക രാജ്യങ്ങൾ 800 കോടി ജനം, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, കർത്താവേ, ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്ന രാജ്യരാഷ്ട്ര തലവന്മാർ, രാജാക്കന്മാർ, പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബ് മേഖലയായിരിക്കുന്ന ജനത്തിനായ, ഹല്ലേലൂയ, ശൈശവത്തിൽ, ബാല്യ, കൗമാര, യൗവനത്തിൽ, യുവയിൽ തടവറയിലായിരിക്കുന്ന വിവിധ മാരക രോഗങ്ങളാൽ ഭാരപ്പെട്ട് മരണത്തോട് മല്ലടിക്കുന്ന പ്രിയപ്പെട്ടവർ, കടങ്ങളാൽ ബാധ്യപ്പെടുന്ന, മദ്യത്തിനും മയക്കു ലഹരി അടിപ്പെട്ട് കുടുംബത്തിൽ സമാധാന സ്വസ്ഥതയില്ലാതെ വളരെ ഭാരത്തോടെ കടന്നു പോകുന്നവർ, ജീവിതം എടുത്ത് മതി എന്ന് പറഞ്ഞ് നിരാശയിലൂടെ കടക്കടിയിലൂടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അനവധി ആളുകൾ കർത്താവിടുത്തെ കരങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവി, വിധക്കരങ്ങൾക്ക് സഹപ്പെട്ട് ജീവിതം തടവിലകപ്പെട്ട് കിടക്കുന്നവരുണ്ടപ്പാ. അപ്പൊ ഇന്ന് പകലൂടെ കർത്താവിന്റെ പ്രാർത്ഥന മറുപടി ജീവനുള്ള ദൈവത്തോട് ഇന്ന് പകൽ കർത്താവ് ജനം പ്രാർത്ഥന ജീവനുള്ള മറുപടി പ്രാപിപ്പാൻ ജനതയ്ക്ക് ആത്മീകണ്ണ് തുറക്കണമേ. ബാഹ്യമായ കാര്യങ്ങളൊന്നും അല്ല, ദൈവം പ്രവർത്തികളോ തിരിച്ചറിവുണ്ടായി മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുന്ന നിങ്ങൾ വായിക്കുന്ന പോലെ കർത്താവ് ഇന്ന് പകൽ വിശ്വാസത്തോടെ ജനം പ്രാർത്ഥിക്കട്ടെ. ഏത് പ്രതിസന്ധികളായിരുന്നാലും വിടിവിക്കണം. മദ്യത്തിനടിമകളായി, ലഹരിക്കടിമകളായി, കുടുംബ പ്രശ്നങ്ങളെ തകർന്ന്, കുടുംബജീവിതം തകർന്ന് ഛിന്നഭിന്നമായി കിടക്കുന്നവർ, തലമുറകൾ ലഹരിക്കടിമകളായി മാറി അനവധി കുടുംബങ്ങൾ, അനവധി കുടുംബങ്ങളിൽ ഉപദ്രവേൽക്കുന്ന പീഡകളും സഹോദരന്മാരെ ഞങ്ങൾ പ്രത്യേകമായി ഓർക്കുന്നു. കുടുംബത്തെ തകർക്കുന്ന അന്ധകാരത്തിന് വ്യാപാരങ്ങളെ നീക്കുവാൻ, മലകളെ നീക്കുവാൻ കഴിയുന്ന വിശ്വാസം ഇന്ന് കർത്താവ് ജനത്തിനുള്ളിലുണ്ടായി. അവർ പ്രാർത്ഥന മുന്നേറുണ്ടായി പ്രാർത്ഥിക്കുന്നു. സകല കുടുംബത്തെ അനുഗ്രഹിക്കണം. ദൈവമക്കൾ, ദൈവദാസന്മാരെ എല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുക. ലോകരാജ്യം 7 ഭൂഖണ്ഡങ്ങളുമായി ജനത്തിനായി, വീടിലൂടെ കടന്നുപോകാൻ സഭകളുടെ ദൈവമക്കൾ, ദൈവദാസന്മാരുടെ ജയിലിൽ കിടക്കുന്ന എല്ലാവർക്കും മോചനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ നടക്കുന്ന കൂട്ടായ്മകളെ, ലോകരാജ്യത്ത് വ്യത്യസ്തമായ സമയം നടക്കുന്ന എല്ലാ കൂട്ടായ്മകളെ ദൈവം അനുഗ്രഹിക്കണമേ. സകല മഹത്വം എടുക്കണം. യേശു കർത്താവിന്റെ വിടിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.